KLF-ന് പോകാൻ ഒരു കാരണം നോക്കിയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാരണം വീണ് കിട്ടുന്നു. അച്ഛയുടെ ബുക്കിൽ ഒറ്റ ഒരു പടം പോലും ഇല്ലല്ലോ. അതെന്താ? എൻ്റെ ബുക്കിൽ കുറേ പടങ്ങളുണ്ടല്ലോ. അച്ഛൻ എന്ത് നോക്കിയാ അച്ഛൻ എടുക്കുന്നത്? അച്ഛൻ പടം നോക്കിയല്ല എടുക്കുന്നത്. അച്ഛൻ ഈ ഇദ്ദേഹത്തെ കണ്ടോ? ആരാ ഈ ബുക്ക് എഴുതിയെന്ന് നോക്കും. ഇങ്ങനെയുള്ള റൈറ്റേഴ്സിനെ നോക്കി അച്ഛൻ എടുക്കുന്നത്. ഇത് റിയൽ ഹ്യൂമൻ ആണോ അച്ഛൻ? പിന്നെ റൈറ്റേഴ്സ് റിയൽ ഹ്യൂമൻ അല്ലേ? നമുക്ക് ഇവരെ നേരിട്ട് കാണാൻ പറ്റുമോ? പറ്റുമല്ലോ. കാണാവോ? കോഴിക്കോടിന് വെച്ച് പിടിക്കാൻ ഞങ്ങൾ വന്ദേ ഭാരത് തന്നെ തിരഞ്ഞെടുത്തതിന് ഒരു പ്രധാന കാരണം 4 മണിക്കൂറിലങ്ങ് എത്തുമെന്നുള്ളതായിരുന്നു. രാവിലെ ഒരു ഡീസൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ട്രെയിനിൽ കിട്ടി കേട്ടോ. മറ്റൊരു യാത്രയിൽ വന്ദേ ഭാരതിൽ നിന്ന് കിട്ടിയ ഡിന്നർ അത്ര പോരായിരുന്നു. പക്ഷേ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇത് നൈസായിരുന്നു. ഒരു ഏലക്ക ഫ്ലേവേർഡ് ടീ കൂടെയൊക്കെ ഉണ്ട്. ട്രെയിനിൽ വെച്ച് നമ്മുടെ വല്ലാത്ത കഥ ബാബു രാമചന്ദ്രനെ കണ്ടു. മിക്കവാറും കാറ് യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വല്ലാത്ത കഥ ഇടുന്നത് കൊണ്ട് സേറായ്ക്കും ആളെ പരിചയമുണ്ട്. കുറച്ചു നേരം വായന, ഇത്തിരി നേരം കാഴ്ച കാണൽ, സൈഡ് സീറ്റിലിരിക്കാനുള്ള ഓരോരോ നമ്പറുകൾ എല്ലാം കഴിഞ്ഞ് ഓൺ ടൈം തന്നെ കോഴിക്കോടെത്തി. സിറ്റിയിൽ തന്നെയുള്ള ഹോട്ടൽ സ്റ്റേ ബെല്ലയിലാണ് അക്കോമഡേഷൻ. ഇത്തിരി റെസ്റ്റ്, ആഫ്റ്റർനൂൺ മുതൽ എക്സ്പ്ലോറിങ് തുടങ്ങണം.